ഡിബേറ്റും ഫേസ്ബുക്ക് എഴുത്തും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആക്ഷേപിച്ചവരാണ് നിങ്ങൾ പല ആളുകളും. ഇന്നിതാ തെരുവിൽ സമരം ചെയ്തതിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടപ്പെട്ട് 22-ാം തീയതി ജയിലിൽ കിടന്ന് കൂടുതൽ ശക്തനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സബ് ജയിലിന്റെ പടിയിറങ്ങി വരാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് യുവജന നേതാക്കന്മാർ ജയിലിൽ കിടന്നും വിദ്യാർത്ഥി നേതാക്കന്മാർ ജയിലിൽ കിടന്നും വളർന്നു വന്ന ഒരു ചരിത്രമൊക്കെ കേരളത്തിലുണ്ട്. നമുക്കറിയാലോ, ഇലക്ട്രിക് ലാത്തി, ജലപീരങ്കി, ഗ്രനേഡ്, തോക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതു ഭരണകാലത്തായിരുന്നു എന്നുള്ളത് ഗൌരവത്തോടെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ ഈ തവണ ഈ സമരത്തിൽ തന്നെ മുട്ടയിൽ മുഴുവൻ മുളകുപൊടി നിറച്ചിട്ട് മുട്ട പോലീസിനെതിരെ എറിഞ്ഞു. അതുപോലെ തന്നെ കുരുമുളക് സ്പ്രേ കൊണ്ടുവന്നിട്ട് സമരത്തിൽ മുഖത്തേക്ക് എറിഞ്ഞു. പട്ടികയിൽ നല്ല വലിയ ആണി അടിച്ചിട്ട് ആ പട്ടിക വെച്ച് പോലീസിനെ അടിക്കാൻ ശ്രമിച്ചു. പരമാവധി പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ പരമാവധി കോൺഗ്രസ്സുകാര് ആ സമയത്തെല്ലാം വളരെയധികം സംയമനം പാലിക്കുന്ന വളരെയധികം സംയമനം വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടാണ് കേരള പോലീസ് മുന്നോട്ട് പോയതെന്ന് ഈ കഴിഞ്ഞ 1-2 മാസത്തെ സമരങ്ങളുടെ ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ നേതാക്കന്മാർ, മിസ്റ്റർ റിജിൽ, നിങ്ങൾ സംസാരിക്കില്ല, ഞാൻ പറയട്ടെ. അപ്പോ ഇവിടെ ഒരു റിമാൻഡ് പീരീഡ് ജയിലിൽ കിടന്നാൽ അവൻ വലിയ നേതാവായി മാറുമല്ല. അങ്ങനെ ആയിക്കോട്ടെ, എത്രയോ നേതാക്കന്മാരെ ഈ നാട്ടിലേക്ക് വരട്ടെ. പോലീസിന്റേതായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ജനകീയ സമരങ്ങളും ഏറ്റെടുക്കാൻ ഈ കുറെ നാളായിട്ട് കഴിയുന്നില്ല. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നല്ലൊരു ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. അതുപോലെ ഈ വർഗീയത ഈ നാടിനെ ശരിക്കും കാർന്നു തിന്നുന്ന സാഹചര്യത്തിൽ ആ വർഗീയതക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. BJPക്കെതിരെ കമാ എന്ന ഒരക്ഷരം ഉരിയാടുന്നില്ലല്ലോ. ഇപ്പൊ വി മുരളീധരനടക്കം വിഷം തുപ്പുന്ന സംസാരം ഈ നാട്ടിൽ നിരന്തരമായി നടത്തുമ്പോൾ VD സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മയക്കുമരുന്ന് കേസ് വരുമ്പോൾ ആരാ പ്രതി നമുക്കറിയാം. വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ വന്നു. ആരാ പ്രതി? കള്ള സർട്ടിഫിക്കറ്റ് വെച്ച് LLB എൻറോൾ ചെയ്ത് 5-8 വർഷം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത പ്രതി ഏതാണ്? അതുപോലെ നിയമന ഉത്തരവ് സ്വന്തമായിട്ടുണ്ടാക്കി വിതരണം ചെയ്തത് ആരാണ്? അത്തരത്തിലുള്ള കേസുകളെല്ലാം വരുന്ന സാഹചര്യം. അതിന്റെ ഇടയിൽ 1 ലക്ഷത്തിലധികം വ്യാജ കാർഡ് ഉണ്ടാക്കിയെന്ന് അവര് തന്നെ കേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിനെ ഉപയോഗിച്ചുകൊണ്ട് പൊടി തട്ടിയെടുത്ത് ഉയർന്നു വരാം എന്നാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിലും കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ വാദങ്ങളെല്ലാം മജിസ്ട്രേറ്റ് പരിശോധിച്ച് ജയിലിൽ പോയി കിടക്കെ കൂടെയുള്ള 26 പേര് കിടന്നതല്ലേ, സഹപ്രവർത്തകരെയും കൂടെയുള്ള സഹപ്രവർത്തകരെ വഞ്ചിച്ച് താങ്കൾ തന്നെ ജയിൽ മോചിതനായി പോകണോ, ജാമ്യമെടുത്ത് പോകണോ എന്നതായിരിക്കുമല്ലോ മജിസ്ട്രേറ്റ് പരിശോധിച്ചത്. ഗുരുതരമായ 5 നോൺ ബെയിലബിൾ ഓഫൻസ് ഉണ്ട്. ക്രൂരമായി പരിക്കേറ്റ പോലീസുകാരുടെ അവസ്ഥയുണ്ട്. പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇത് കൃത്യമായിട്ട് തന്നെ പോലീസ് നിയമപരമായിട്ട് നീങ്ങി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. എങ്ങനെ വേണമെങ്കിലും ജാമ്യാവസ്ഥ ഇനി പരിഗണിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ, സെഷൻസ് കോടതി പോവുകയോ അതിന്റേതായിട്ടുള്ള നിയമത്തിന് വഴിക്ക് പോകണ്ടേ, പോലീസ് അതിന്റേതായിട്ടുള്ള രൂപത്തിൽ പോകും. ഏതായാലും കേരളത്തിൽ അക്രമമുണ്ടാക്കി എങ്ങനെയെങ്കിലും പോലീസിനെ ആക്രമിച്ച് ഈ കേരളത്തിൽ ക്രമസമാധാന ലംഘനമാണ് എന്ന് വരുത്തി തീർക്കാനും കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കാൻ, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് കുറച്ചു നാളായി വളരെ അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. അതിന് സുനിൽ കനകോലുമാരുടെ എല്ലാം ഉപദേശമുണ്ട്, മറ്റു പലരുടെയും ഉപദേശമുണ്ട്. 22-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ സബ് ജയിലിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വരെ കേരളത്തിൽ ഇതിന്റെ ഒരു ടെമ്പോ നിലനിർത്താനുള്ള ശ്രമമുണ്ടോ? ശ്രീ നിഷാദെ, എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും ഞങ്ങൾ നടത്തുന്ന പോരാട്ടം എന്ന് കണ്ടാൽ മതി. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ജയിലിൽ കിടത്തി സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉണ്ടാവും. ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഞങ്ങളൊന്നുമല്ല ഈ രാജ്യത്തെ ഈ നാട് വെറുക്കപ്പെടുന്ന DYFI-കാരൻ വണ്ടിപ്പെരിയാറിൽ ഒരു വണ്ടിപ്പെരിയാറിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ പ്രതിയെ രക്ഷിച്ചവരാണ് ആ DYFI-കാരായതുകൊണ്ട്. ഈ നാട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ MDMA പിടിച്ച് ജയിലിൽ കിടന്നവരാണ്. വ്യാജുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകർ കള്ളക്കേസ് കുടുക്കിയത് ആലപ്പുഴയിലെ സഹപ്രവർത്തകരുടെ കള്ളക്കേസാണെന്ന് ഈ നാട്ടിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കള്ളക്കേസ് എടുക്കുന്നു, നിങ്ങൾ തലപൊട്ടിക്കുന്നു, ഹെൽമെറ്റ് ഉപയോഗിച്ചും ചെടിച്ചട്ടി ഉപയോഗിച്ചും നിങ്ങൾ തല്ലുകയാണ്, തെരുവ് നായ്ക്കളെ പോലെ നിങ്ങൾ കടിച്ചു പറിക്കുകയാണ്. അതാണ് നിങ്ങളുടെ സംസ്കാരം. ആ സംസ്കാരമുള്ള DYFI-കാര് ഈ നാട്ടിനകത്ത് അടിഞ്ഞാടിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് എല്ലാ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ സ്വാഭാവിക നടപടി മാത്രമാണെന്നും പോലീസിനെ ആക്രമിച്ചാൽ ഉണ്ടാവുന്ന നിയമപ്രശ്നങ്ങൾ മാത്രമാണെന്നും പറയുന്നു സർക്കാർ. അതേസമയം രാഷ്ട്രീയ വേട്ടയാണെന്ന മറുപടി പറയുകയാണ് ഈ കാര്യത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും.